ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് രണ്ട് റെസിപ്പിയാണ്. ഒന്ന് പാലക്കാടൻ മീൻകറിയും പിന്നെ കല്യാണ സദ്യയിലെ അവിയലും. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് കുറച്ച് പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് പാലക്കാടൻ മീൻകറിയാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മൊത്തം എല്ലാവരും ഈ ടൈപ്പിൽ ഉണ്ടാക്കണമെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. കുറേ ടൈപ്പിൽ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഒരു 3 തക്കാളിയും ഒരു 10-12 ചുവന്നുള്ളി 4 പച്ചമുളക് എടുത്ത് നന്നായി ഒന്ന് കഴുകുന്നുണ്ട്. കഴുകിയിട്ട് അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവിടെ സവാള എടുത്താൽ പറ്റുമെന്ന് ചോദിക്കും. സവാള എടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ചെറിയ ഉള്ളിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കുക. പിന്നെ അതേപോലെ പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും ഇങ്ങനെ കീറിയെടുക്കുക. പിന്നെ വേണ്ടത് 3 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ. ഒരു 3 തക്കാളിയും അതുപോലെ മുറിച്ച് വെക്കാം. അപ്പോൾ കറി വെക്കുന്ന മുമ്പ് തന്നെ ഈ സ്ലൈസിങ് പരിപാടികളൊക്കെ കഴിച്ച് വെച്ചാൽ ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളും റെഡിയാക്കി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചോപ്പിങ്ങൊക്കെ ഇവിടെ ഒരുവിധം കഴിഞ്ഞു. ഇനി കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാം കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടെ കുറച്ച് ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ട്, സപ്പോട്ട, പേരക്ക അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കറിവേപ്പില കുറേ സ്ഥലങ്ങളിലുണ്ട്. ഏറ്റവും ഓടി വന്ന് പറിക്കാൻ പറ്റിയ ഒരു ചെറിയ ചെടി ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഓടി വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് നമുക്ക് മീൻ കറി വെച്ച് തുടങ്ങണം. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ പാത്രത്തിലാണ് മീൻ കറി വെക്കുന്നത് കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ സാധാരണ വേറെ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ വേറെ പാത്രങ്ങളിൽ വെക്കണേക്കാളും രുചി ഉണ്ടാവുക മൺപാത്രത്തിലാണ്. അപ്പോൾ ആ പാത്രം നന്നായി കഴുകിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അതിലേക്ക് ഇട്ടു. പിന്നെ വേണ്ടത് വെളുത്തുള്ളി അരച്ചതും ഇഞ്ചിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മതി ഇഞ്ചി കേട്ടോ. അപ്പോൾ ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഇഞ്ചി ഇടണ്ട. മത്തി അങ്ങനെയുള്ള മത്തി, മാന്തൾ അങ്ങനത്തെ ഒക്കെ മീൻ വെക്കുമ്പോൾ വെളുത്തുള്ളി മാത്രമേ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒരു മീനാണ്, കായലാവോലി അങ്ങനെ എന്തോ പേരുള്ള ഒരു മീനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി ചേർത്തത്. പിന്നെ ഇട്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്തതും കൂടെ മിക്സ് ചെയ്തിട്ട് 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അരിച്ചൊഴിക്കുക. പിന്നെ ഈ വെള്ളം കൂടാതെ ഒരു 2 കപ്പ് വെള്ളം അധികം ഒഴിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തോടെ വേണം ഇത് തിളപ്പിക്കാൻ. ഇനി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ. ഇളക്കി, അതായത് നമ്മൾ ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതൊക്കെ അതിൽ കലരണം, പൊടികളൊക്കെ ഒന്ന് മിക്സ് ആവണം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. അതായത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉടനെ വെറുതെ എടുത്ത് തുറക്കരുത്. തിളച്ച ഉടനെയും തുറക്കരുത് കേട്ടോ. കുറച്ച് സമയം തിളച്ച് കഴിഞ്ഞിട്ടേ പിന്നെ തുറക്കാൻ പാടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മീൻ കഴുകാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായി കിട്ടും. അതേപോലെ പിന്നെ ഈ കറിക്ക് ആവശ്യമുള്ള തേങ്ങയും ചിരകി വെക്കാം. അപ്പോൾ ഒരു വലിയ തേങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് തിളച്ച് കുറച്ച് സമയമായി. അപ്പോൾ കണ്ടില്ല, ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഈ മസാല ഇങ്ങനെ വന്ന് നിൽക്കും, പൊടികൾ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിക്കുക. തിളച്ചിപ്പോൾ ഒരുവിധം ആ മസാലയൊക്കെ വെന്തിട്ടുണ്ട്, നമ്മൾ ചേർത്ത പൊടികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മീൻ അതിലേക്ക് ഇടാം. മീനൊക്കെ ഇട്ടിട്ട് പിന്നെ കുറേ സമയത്ത് ഇളക്കൊന്നും വേണ്ട, ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. പിന്നെ തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ, അതിൽ ഉള്ളി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങ മാത്രം അരച്ചെടുത്തതാണ്. ഇപ്പോൾ മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിലിട്ട് ഇളക്കരുത് എന്നാണ്. അപ്പോൾ പതുക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം മണ്ണിൻ്റെ പാത്രമായതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം കറി ഇരിക്കാൻ. തിളച്ച് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ അതിലിരുന്ന് കുറുകിക്കോളും. അപ്പോൾ അതേസമയം ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ വേറെ ഏതെങ്കിലും പാത്രത്തിലോ വെക്കുകയാണെങ്കിൽ ഇത്ര അധികം വെള്ളം ഒഴിക്കരുത്. കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം.
അപ്പോൾ ചില സമയത്ത് കറി തിളച്ച് വരുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരാറില്ലേ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കറിയിൽ ഉപ്പ് കുറവാണെന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ അതിൽ ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പതഞ്ഞ് വന്നിട്ടില്ല. ഇനി നമുക്ക് താളിച്ചെടുക്കണം. ഫ്ലെയിം ഓഫാക്കിയാലും അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന മൺപാത്രം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടി, അതിന് ശേഷം കുറച്ച് ചെറിയുള്ളി, ഒരു 6-7 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് അതിലൊന്ന് മുരിപ്പിച്ചെടുക്കുക. എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ താളിക്കുന്നത്. പിന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ കറീൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു താളിച്ചൊഴിക്കണ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ തന്നെ ചെയ്താലാണ് ഈ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റും. അപ്പോൾ നമ്മുടെ പാലക്കാടൻ കറി അവിടെ റെഡിയായി. പിന്നെ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ കുറച്ച് മീനും കൂടെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ മത്തിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ എങ്ങനെയാണ് ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. മീനൊക്കെ നന്നായി കഴുകിയിട്ട് 2 ബോക്സിലാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം എടുക്കേണ്ടത് ഓരോ പാത്രത്തിൽ വെച്ചാൽ മതി. എല്ലാ മീനും കൂടെ ഒരു പാത്രത്തിൽ വെക്കരുത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. രാവിലെ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീഫ്രോസ്റ്റായി കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടും ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള മീൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് പൊരിക്കാനുള്ളത്. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, അതായത് വലിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റും അതൊക്കെ കൂടെ ഇട്ടിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി കാണിക്കാം. ഞാൻ കല്യാണ സദ്യയിലെ അവിയലെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടുന്ന കഷ്ണങ്ങളൊക്കെ ഞാൻ നന്നായി കഴുകിയിട്ട് ഇപ്പോൾ അങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. ഒരു 2-3 ഇഞ്ച് നീളത്തിൽ, എല്ലാം സെയിം അളവിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ മുറിച്ചിട്ട് ഒരു ട്രെയിൽ വെക്കുന്നുണ്ട് കേട്ടോ. എടുക്കാൻ എളുപ്പത്തിനാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുത്തിട്ട് അവിയൽ ഉണ്ടാക്കിയാൽ മതി. ബാക്കി നമുക്കൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല അടിവശം കട്ടിയുള്ള ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏറ്റവും ആദ്യം ചേന മുറിച്ചത് ഇട്ടു, പിന്നെ ക്യാരറ്റ് ഇട്ടു. ഇത് വേവാൻ സമയം എടുക്കുന്ന സാധനങ്ങളൊക്കെ ആദ്യം ഇടുകയാണ് കേട്ടോ. പിന്നെ പച്ചക്കായ, നേന്ത്രക്കായല്ലേ അത്, പിന്നെ കൊത്തമര മുറിച്ചത്, പിന്നെ ബീൻസാണ് ഇട്ടത്. അതിനുശേഷം പയർ മുറിച്ചതിട്ടു, പിന്നെ കുമ്പളങ്ങ, പിന്നെ മുരിങ്ങക്കായ, ഏറ്റവും മുകളിൽ മുരിങ്ങക്കായ, പിന്നെ ഇതിൻ്റെ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക് കീറിയതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാഴേൻ്റെ ഇല വെച്ച് അടച്ച് വെക്കാം. എന്നിട്ട് പാത്രത്തിൻ്റെ അടപ്പിട്ട് മൂടിയിട്ട് അടുപ്പിൽ വെക്കാം. ചെറിയ തീയിൽ വേണം വെക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് ആവിയൊക്കെ കയറി കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ശേഷം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അത് എൻ്റെ അടുത്ത് ആ വീഡിയോ മിസ്സായി. അപ്പോൾ ഈ സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഈ ഇല കൊണ്ട് അടച്ചിട്ട് മൂടി വെക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ വെള്ളം ചേർക്കാൻ. അല്ലെങ്കിൽ വേറെ സ്റ്റീൽ പാത്രത്തിലൊക്കെ വെക്കണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം എന്തായാലും ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് അടച്ച് വെക്കുക, അങ്ങനെ ഇടയ്ക്ക് തുറക്കുക, അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. 1/4 ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തൈര് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് പുളിയുള്ള തൈര്, നല്ല പുളിയല്ല, കുറച്ച് പുളിയുള്ള തൈര് ചേർക്കുക, ഒരു 1/4 കപ്പ്. എന്നിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഇല വെച്ച് മൂടിയിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമുള്ള തേങ്ങ, ഒരു മുറി തേങ്ങയിൽ കുറച്ച് ചെറിയ ഉള്ളി ജീരകം കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കണം ഈ സമയത്ത്. ഇപ്പോൾ ആവി കയറിയ കൊണ്ട് നമുക്ക് ഇനി തേങ്ങ ചേർക്കാം. ഇനി തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായി ഇളക്കിയിട്ട്, അതായത് പൊട്ടിപ്പോവരുത് കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞതാണല്ലോ, അപ്പോൾ ശ്രദ്ധിച്ച് ഇളക്കി മറിച്ചാൽ മതി. ഒന്നായിട്ട് കുത്തി ഇളക്കരുത്. ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടി കാണിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇത്രയും സ്പീഡിലൊന്നും ഇളക്കണ്ട, ഒക്കെ ഉടഞ്ഞു പോവും. ഇനി ആ തേങ്ങയിലും കൂടെ ഒന്ന് ആവി കയറട്ടെ. ഇല കൊണ്ട് മാത്രം ഒന്ന് അടച്ചാൽ മതി. പിന്നെ ഒരു പാത്രത്തിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുക. എണ്ണയിൽ ഈ കറിവേപ്പിലിൻ്റെ ഫ്ലേവർ വരണം. അങ്ങനെ നല്ലോണം ഉടച്ചിട്ട് ഒന്ന് തിരുമ്മിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ തേങ്ങയും അതിൽ വെന്തിട്ടുണ്ടാവും. ഒരു 2 ആവി വന്നാൽ മതി കേട്ടോ. കുറേ സമയമൊന്നും വെക്കണ്ട. ഒരു 2 മിനിറ്റിൽ തന്നെ അതിലൊരു ആവി വന്നിട്ടുണ്ടാവും. ആവി വന്നു കഴിഞ്ഞാൽ ആ തേങ്ങയും വെന്തിട്ടുണ്ടാവും.
അപ്പോൾ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇടാം. അപ്പോഴാണ് ഈ അവിയലിന് നല്ലൊരു മണം വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. മറ്റേത് നമ്മൾ സാധാരണ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുകയുള്ളൂ, ഇടയിൽ തൈരിൻ്റെ കൂടെ കറിവേപ്പില ചേർത്തിട്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കും വേണം കേട്ടോ. ഇത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ ഉടനെ ഫ്ലെയിം ഓഫാക്കുക. അപ്പോൾ നമ്മുടെ കല്യാണ സദ്യയിലെ അവിയൽ ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് കാണിച്ച 2 റെസിപ്പിയും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.